ഞങ്ങളുടെ വലിയൊരു ഡ്രീം ആയിരുന്നു ഈ ഹോം. ഞങ്ങളുടെ വീട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്ന ഒരു വീടായിരിക്കണം എന്നായിരുന്നു. കാരണം നമ്മൾ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല വെട്ടം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾ മെയിനായിട്ട് പറഞ്ഞിരുന്നത്. അത് മാക്സിമം അനീറ്റ അത് യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നീഡ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ബ്രൈറ്റ് ആയിരിക്കണം, ലൈറ്റിങ് വേണം, പിന്നെ നമ്മുടെ അമ്മക്ക് വേണ്ടി പുള്ളിക്കാരത്തേക്ക് വേണ്ട രീതിയിൽ ഫ്ലവേഴ്സ്, നാച്ചുറൽ പ്ലാന്റ്സ് ഇതെല്ലാം വെക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു ഹൗസ്, അത്രേ നമ്മൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ആസ് എൻ ആർക്കിടെക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ലൈറ്റ് ബോക്സ് ഹൗസ്. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലാർജ് ഓപ്പണിങ്സും ലൈറ്റ് വെൽസും ആണ്. മാക്സിമം ലൈറ്റ് ഉള്ളിലേക്ക് വരണം എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ഐഡിയോളജി ഇതിലേക്ക് ഇൻപുട്ട് ചെയ്തത്. ഒരു മോഡേൺ കണ്ടംപററി ഡിസൈൻ തീമാണ് നമ്മൾ ഈ വീടിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. വാം ആൻഡ് ന്യൂട്രൽ ടോൺസ് ആണ് മേജറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പേസ്റ്റൽ ഷെയ്ഡ്സിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ പല റൂംസിലായിട്ട് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. പല ഏരിയാസിലായിട്ട് ചെറിയ ചെറിയ ന്യൂക്ക് സ്പേസസ് കൊടുക്കുന്നത് വഴി ഫാമിലിയുടെ ഒരു ബോണ്ടിങ്ങും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പേസസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡിസൈൻ്റെ ഒരു മേജർ ഐഡിയോളജി ആയിരുന്നു. ഓരോ സമയത്തും ഓരോ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസസ് ആണ് നമ്മൾ ഈ ഒരു റെസിഡൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊരു 3D ഇമേജ് തന്നിട്ടുണ്ടായിരുന്നു അനീറ്റ. അതെങ്ങനെയാണോ ഞങ്ങൾ കണ്ടത് അതുപോലെ എക്സാക്ട്ലി 95% അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ബ്രദറും കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് പഴയ വീട്ടിലെ കുഞ്ഞു മുറിയിലിരുന്ന് ഡ്രീം ചെയ്തൊരു കാര്യമാണ് നമ്മൾ വലുതാവുമ്പോൾ നമ്മളൊന്ന് സെറ്റിലാവുമ്പോൾ ഒരു വീട് വെക്കണം, നമുക്ക് നല്ലൊരു സ്പേസ് വേണം എന്നുള്ളത്. ഇപ്പോഴാണ് ആക്ച്വലി അത് നമ്മളെ ഡ്രീം കം ട്രൂ ആയത്.